ചേട്ടാ ചേട്ടാ ഏതോ വണ്ടി ഇട്ടിട്ട് പോയിക്കണേ. ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട്. എന്ത് വണ്ടി അടിച്ചേ? അതറിയില്ല. എന്ത് വേണം? ഇതൊക്കെ വള്ളി കേസാണ്, അവസാനം വയ്യാവേലിയാവും. അത് ശരിയാ, ആവശ്യമില്ലാത്ത പണിക്ക് കേൾക്കണോ? വായി വിട്ട് പോകാൻ നോക്ക്, അയാളെ വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കോളൂ. എന്ത് പറ്റിയതാ സാറേ? ഏതോ വണ്ടി ഇട്ടിട്ട് പോയിക്കണേ. വണ്ടി തന്നുണ്ടോ? ഇല്ല, ഞാനിപ്പം വന്നോളൂ. ആളറിയോ? ഇല്ല, അതറിയില്ല. എടോ, അയാളുടെ അടുത്ത് പോയി വണ്ടിയിലേക്ക് കയറ്റേ. എടാ ഒന്ന് പിടിച്ചടാ. സാർ അത് അയാളുടെ മൊബൈലാണ്. കൺട്രോൾ കൺട്രോൾ മൊബൈൽ പെട്രോൾ. കൺട്രോൾ ഒന്ന് നോട്ട് ചെയ്യാം. ഇവിടെ എസ് എൻ ബ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ട് ഒരാളെ വണ്ടി തെറ്റിയിട്ടുണ്ട്. ആളെയോ വണ്ടിയുടെ ഡീറ്റെയിൽസൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. മറ്റു ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് അറിയിക്കാം. ആൾ അൺകോഷ്യസ് ആണ്. നെറ്റിയുടെ ഭാഗത്തായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്. കൺട്രോൾ ക്ലിയർ ആയോ? സാറേ ഇത് നോക്കിയേ. നിന്റെ പേരെന്താണ്? നവീൻ. ഈ രാത്രി നീ ഇപ്പോൾ എവിടെ പോവാണ്? സാർ അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 മണി ട്രെയിനിൽ തിരുവനന്തപുരത്തോളെ. അവിടെ എന്താണ്? നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഡീറ്റെയിൽസ് മറ്റൊക്കെ ഒന്ന് കൊടുത്തിട്ട് പോ. ഡോ വേവാട്ടെ. അയാളുടെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ അറിയിച്ചേക്കാലോ. പേര് നവീൻ എന്നല്ലേ പറഞ്ഞു? ആ. അച്ഛൻ്റെ പേര്? ചന്ദ്രമോഹൻ. ചന്ദ്രമോഹൻ. മൊബൈൽ നമ്പർ? മൊബൈൽ നമ്പർ 9895 9895. ഒരു സെക്കൻഡ്. ആ ഇനി പറഞ്ഞു. 9895 9895 42 42 01 01 63 63. 9895 63. എടുക്കണ്ട, ഞാനാണ്. അഡ്രസ് പറ. അല്ല സാറേ, അഡ്രസ്സൊക്കെ എന്തിനാണ്? പേരും മൊബൈൽ നമ്പറും മാത്രം പോരെ? എടാ നീ അല്ല അയാൾ അടിച്ചിട്ട് ഞാനെന്ത് ഉറപ്പ്? ഇതെന്താണ് സാറേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോഴേ വിട്ട് പോയാൽ പോരായിരുന്നോ? അത് എൻ്റെ ബൈക്കാണോ? ആ. പിന്നെ എന്താണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ മിററൊക്കെ ഒടിഞ്ഞെടുക്കണേ? സാർ അത് ഇപ്പം പറ്റിയല്ല, കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റ് ആയി പറ്റിയാണ്. ആക്സിഡൻറ്റാ? എവിടെ വെച്ച്? MG റോട്ടിൽ. അതൊക്കെ നമുക്ക് തവാശം അന്വേഷിച്ച് തീരുമാനിക്കാം. നീ അഡ്രസ്സ് കൊടുത്തേ. സാർ അഡ്രസ്സ് ഒന്നും ശരിയാവില്ല, എന്നിട്ട് അവസാനം ഞാൻ കോടതി കേസായിട്ട് നടക്കേണ്ടി വരും. എന്താണ്, കഴിഞ്ഞില്ലേ? ഇപ്പം കഴിയും സാർ. സാറേ ഇവനോട് അഡ്രസ്സ് ഇവിടെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സാറേ ഞാനൊന്നും അല്ല വിളിച്ചിട്ട്, ഞാൻ ഇതിലെ പോണ വഴി കണ്ടപ്പോൾ നിന്നാണ്. എടാ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിന്നെ കോൺടാക്ട് ചെയ്യാനാണ്. നീ വെറുതെ സമയം കളയാതെ ആ അഡ്രസ്സും പറഞ്ഞു കൊടുത്തേ. അതിനല്ലേ സാറേ മൊബൈൽ നമ്പർ? എന്നിട്ട് വേണം പോണ വഴിക്ക് നീ സിം വിളിച്ചു കൊടുക്കണ്ട ഞങ്ങൾ മൂഞ്ചാൻ. നീയേ കൂടുതൽ ഡയലോഗിക്കാൻ കണ്ട് അഡ്രസ്സ് കൊടുക്കാൻ നോക്കിയടാ. അത് ശരിയാവില്ല സാറേ, അഡ്രസ്സ് തരാൻ പറ്റില്ല. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ ലൈസൻസ് ഉണ്ടോ? ആ. ഇങ്ങെടുത്തേ.
അതിലെ അഡ്രസ്സൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അതുകൂടാതെ അവൻ്റെ വണ്ടി നമ്പർ നോട്ട് ചെയ്തോ. എന്നിട്ട് നാളെ ആർ ടി ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നീ നാളെ ഒരു കാര്യം ചെയ്യും, രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ വന്നിട്ട് ലൈസൻസ് മേടിച്ചു. ഇതെന്ത് പണിയാണ് സാർ ഇത്? അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടു നോക്കണേ ഇപ്പോൾ കുഴപ്പം. ആക്സിഡന്റ് പറ്റി കിട്ടുന്ന രക്ഷിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ അഡ്രസ്സൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നല്ലേ. എന്നിട്ടാണ് ഈ സാർക്ക് ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊക്കെ പറയാൻ നീ ഏറാ മീരെ. നീയേ കൂടുതൽ നിയമം കൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്താ കാര്യം ചോർച്ചില് കൂടുതൽ അഭ്യാസമൊക്കെ ഉണ്ടല്ലേ. എൻ്റെ ഇടപാട് ഞങ്ങൾ തീർത്തോളേ. ആ ഹലോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. നീ എത്താറായോ? ഇല്ല ഞാൻ എത്തിയിട്ടില്ല. ഒരു അരമണിക്കൂർ എടുത്തു. എത്തുമ്പോൾ ആ ശരി.